ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരുതരം ഡിജിറ്റൽ മുന്നേറ്റത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പരിഹാസത്തിന്റെയും മെമ്മുകളുടെയും ഭാഷയിൽ ഭരണകൂടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രൂപപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി എന്ന വിർച്വൽ രാഷ്ട്രീയ മുന്നേറ്റം ഇപ്പോൾ നിയമത്തിന്റെ കടുത്ത പരീക്ഷണങ്ങളിലേക്ക് നീങ്ങുന്നു. പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചതോടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ദേശീയ സുരക്ഷയും തമ്മിലുള്ള നേർത്ത അതിർവരമ്പ് വീണ്ടും ചർച്ചയാവുകയാണ്. സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശങ്ങളാണ് ഈ വിചിത്രമായ രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഉത്ഭവത്തിന് കാരണമായത്. തൊഴിലില്ലാത്ത യുവാക്കളെയും തെറ്റായ മാർഗങ്ങളിലൂടെ ജോലികൾ നേടുന്നവരെയും പാർട്ടികളോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നിരീക്ഷണം സോഷ്യൽ മീഡിയയിൽ വലിയ രോഷത്തിനാണ് തിരികൊളുത്തിയത്. തൊഴിലില്ലായ്മയാലും അരക്ഷിതാവസ്ഥയാലും വലയുന്ന രാജ്യത്തെ യുവതലമുറ ഈ പരാമർശത്തെ തങ്ങൾക്കുള്ള പരിഹാസമായാണ് കണ്ടത്. ചീഫ് ജസ്റ്റിസ് പിന്നീട് തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും വ്യാജ ബിരുദധാരികളെ കുറിച്ചാണ് താൻ ഉദ്ദേശിച്ചതെന്നും വിശദീകരിച്ചെങ്കിലും യുവാക്കളുടെ രോഷം അടങ്ങിയിരുന്നില്ല. ഇതിന്റെ തുടർച്ചയായി മെയ് 16-ന് അഭിജിത്ത് ദീപ്കെ എന്ന പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ഡിജിറ്റൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധം വിസ്മയകരമായ ഒരു ഡിജിറ്റൽ മുന്നേറ്റമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കോക്രോച്ച് ജനതാ പാർട്ടി കാഴ്ചവെച്ചത്. ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക പദവികളോ കെട്ടുറപ്പുള്ള ഘടനയോ ഇല്ലായിരുന്നിട്ടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അതിവേഗത്തിലാണ് ഈ കൂട്ടായ്മ ജനശ്രദ്ധ ആകർഷിച്ചത്. രൂപീകരണത്തിന് ശേഷം വെറും 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 15 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ സ്വന്തമാക്കാൻ CJPക്ക് സാധിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നു. ഭരണകക്ഷിയെ BJPയെയും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെയും വരെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ മറികടന്നുകൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ ഈ വിർച്വൽ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. തൊഴിലില്ലാത്തവർക്കും മടിയന്മാർക്കും വേണ്ടി എന്ന അതീവ പരിഹാസപരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. രാജ്യത്തെ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ, നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വൻ ക്രമക്കേടുകൾ, തകർന്നു തരിപ്പണമായ വിദ്യാഭ്യാസ മേഖല, ഭരണകൂടത്തിന്റെ നിരുത്തരവാദപരമായ നിലപാടുകൾ തുടങ്ങി സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയങ്ങളെ അതിതീവ്രമായ പരിഹാസ രൂപേണ ഇവർ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും ഭരണകൂടത്തിന്റെ വീഴ്ചകളിൽ അമർഷം പൂണ്ട യുവാക്കളുടെയും തൊഴിൽ രഹിതരുടെയും രോഷവും നിരാശയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ശക്തമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി CJP പരിണമിച്ചു എന്നത് ശ്രദ്ധേയമാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അപ്രതീക്ഷിതവും വേഗത്തിലുമുള്ള വളർച്ച ഭരണകൂടത്തെ കടുത്ത അസ്വസ്ഥതയിലേക്ക് തള്ളിവിട്ടു എന്നത് വ്യക്തമാണ്. ഇതിന്റെ ഭാഗമായി IT ആക്ട് സെക്ഷൻ 69A പ്രകാരം രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം CJPയുടെ ഔദ്യോഗിക X അക്കൗണ്ട് തടയുകയുണ്ടായി. ഇതിനു പിന്നാലെ തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായും അക്കൗണ്ടുകൾ നഷ്ടപ്പെട്ടതായും പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ ആരോപിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഭരണകൂടം വളർന്നുവരുന്ന ഒരു ഡിജിറ്റൽ മുന്നേറ്റത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് അഭിജിത്ത് ദീപ്കെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു. സമാധാനപരമായ രീതിയിൽ നടത്തുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ ദേശീയ സുരക്ഷയുടെയും പേരിൽ നിരോധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. എന്നാൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗൗരവകരമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നിയമ നടപടികൾക്കപ്പുറം ഈ വിഷയം ജനാധിപത്യത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യവും ദേശീയ സുരക്ഷയും തമ്മിലുള്ള നേർത്ത അതിർവരമ്പ് സംബന്ധിച്ച വലിയൊരു ചർച്ചയ്ക്ക് കൂടി വഴിവെച്ചിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളർച്ച ഒരു പ്രധാന പാഠമാണ് നൽകുന്നത്. പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത കേഡർ സംവിധാനങ്ങളെക്കാൾ വേഗത്തിൽ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളും മെമ്മുകളും ഉപയോഗിച്ച് ഒരു വലിയ വിഭാഗം യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണിത്. ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ലേബൽ ആവശ്യമില്ലെന്നും ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആർക്കും ഒരു ജനതാ പാർട്ടി ഉണ്ടാക്കാമെന്നും CJP കാണിച്ചു തരുന്നു. അതേസമയം ഇത്തരം പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയും ഉത്തരവാദിത്വവും സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു വികാരത്തിന്റെ പുറത്തുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ എത്രത്തോളം കാലം നിലനിൽക്കും? അതോ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവ തകർന്നു പോകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം വരും നാളുകളിൽ ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധി നിർണായകമാകും. ഒരു പാർട്ടിയെ ചിഹ്നമായി സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഉന്നത ശ്രേണികൾ വെല്ലുവിളിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ നേർചിത്രമാണ്. ഭരണകൂടം ഇതിനെ ഭീഷണിയായി കാണുമ്പോൾ യുവജനത ഇതിനെ തങ്ങളുടെ സ്വരമായി കാണുന്നു. ഹൈക്കോടതിയിലെ ഹർജി കേവലം ഒരു അക്കൗണ്ട് പുനഃസ്ഥാപിക്കാനുള്ള വാദമല്ല, മറിച്ച് ഡിജിറ്റൽ ഇന്ത്യയിൽ വിയോജിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം കൂടിയാണ്.